ദിവ്യ വിനോദ്. നല്ല പേരാണ് ദിവ്യ അല്ലേ? എന്താ കഥ? നമുക്ക് കേട്ടാലോ? അനുഭവമാണ്, കണ്ണനുമായിട്ടുള്ള അനുഭവം. ഉത്സവത്തിന് ഗുരുവായൂർ എത്താൻ പറ്റാത്തവർക്കൊക്കെ ഈ അനുഭവം മനസ്സിലങ്ങോട്ട് സങ്കല്പിക്കുക. നിങ്ങൾ ഈ അനുഭവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. ഉത്സവത്തിന് പോകാൻ കഴിഞ്ഞില്ലല്ലോ ഭഗവാനെ, എങ്കിലും ഇതൊക്കെ കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ. നല്ല ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരിക്കും കേട്ടോ. ഹരേ കൃഷ്ണ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. സർ, എൻ്റെ പേര് ദിവ്യ വിനോദ്. കണ്ണൻ ഇന്ന് എന്നോട് ഒരു കാരുണ്യം കാട്ടി, ഒരുപാട് കാരുണ്യം കാട്ടി. ഉത്സവത്തിന് ഒരു ദിവസമെങ്കിലും പോകണമെന്ന് അത്യായ ആശയിൽ പള്ളിവേട്ട ദിനത്തിൽ ഞാൻ പോയിട്ടോ. ഒരു 11:15 അവിടെ എത്തി. കുളത്തിൽ പോയി കൈകാലൊക്കെ കഴുകി പടിഞ്ഞാറേ നടയിലൂടെ അകത്ത് പ്രവേശിച്ചു. നല്ല തിരക്കാണ്. എങ്കിലും എന്താണ് കണ്ണൻ വിചാരിച്ചത് അതുപോലെ കരുതി മുന്നോട്ട് നടന്നു. ഭഗവാന്റെ കഞ്ഞി കുടിക്കണമെന്ന അതിയായ മോഹം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം എനിക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് അസുഖം പിടിപെട്ട് കിടപ്പിലായി. കുറച്ചുനാൾ റെസ്റ്റും മറ്റുമായിരുന്നു. അന്ന് ഭഗവാന് കുറച്ച് നേർച്ചയുണ്ടായിരുന്നു. പിന്നീട് പലവട്ടം പോയിട്ടും അതൊന്നും നടത്താൻ പറ്റിയില്ല. ഓരോരോ തടസ്സങ്ങൾ. അപ്പോഴും കാത്തിരുന്നു. ഇന്ന് വന്ന് എല്ലാം നടത്തണമെന്ന ഉദ്ദേശത്തിൽ ആദ്യം തുലാഭാര കൗണ്ടർ പോയി നിന്നു. ഉച്ചപൂജ, നിവേദ്യവും പൂജയും എല്ലാം കഴിഞ്ഞ് ഭഗവാന് തുലാഭാരം നടത്തി. മറ്റു വഴിപാടുകളും എല്ലാം നടത്തി. കൊടിമരത്തിൻ്റെ മുന്നിൽ നിന്ന് തൊഴുതു. ഒരു രക്ഷയില്ല, നല്ല തിരക്ക്. പക്ഷേ നട അടയ്ക്കുവാനുള്ള സമയമായിരുന്നതിനാൽ ഉള്ളിലെ ആളുകളെ എല്ലാം നീക്കിക്കഴിഞ്ഞപ്പോൾ ആ ഇടനാഴിയിലൂടെ ഭഗവാനെ നല്ലവണ്ണം കണ്ടു. താമരക്കണ്ണനായിരുന്നു. അലങ്കാരം എന്ന് പറഞ്ഞു കേട്ടോ. സ്വർണ്ണഗോപിയൊക്കെ അണിഞ്ഞു നിൽക്കുന്ന ഒരു പൊന്നുണ്ണിയെ ഞാൻ നല്ലോണം കണ്ട് നിർവൃതി അടഞ്ഞു. അത് കഴിഞ്ഞ് കിഴക്കേ ഗോപുര നടയിലൂടെ പുറത്ത് കടന്ന് തെക്കേ നടയിൽ പോയി കഞ്ഞി കുടിക്കാൻ. പക്ഷേ ലൈന് ക്ലോസ് ചെയ്തു. ഒരു രക്ഷയില്ല. അങ്ങനെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് നോക്കാമെന്ന് കരുതി സ്റ്റാഫിൻ്റെ ക്യൂവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ദൈവദൂതയെ പോലെ ഒരു മോള് കടക്കാൻ നിൽക്കുന്നു. ഞാനും കൂടെ ഒന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോരാൻ പറഞ്ഞു. എൻ്റെ അതിയായ ആഗ്രഹം മനസ്സിലാക്കിയ കണ്ണൻ ആ കുട്ടിയെ എന്നെ അടുത്ത് വിട്ടതാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിച്ച് പിരിഞ്ഞു. കൈ കഴുകി നോക്കിയപ്പോൾ പിന്നെ ആ കുട്ടിയെ കണ്ടില്ല. എന്തോ മഹാത്ഭുതം പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ വയ്യാതിരിക്കുന്ന അമ്മൂമ്മയ്ക്കും ഞാൻ അല്പം കഞ്ഞി കൊണ്ടുവന്ന് കൊടുത്തു. ഭഗവത് നാമങ്ങൾ സദാ ജപിച്ചു നടന്ന് ഇപ്പോൾ സുഖമില്ലാതെ കിടക്കുന്ന ആ അമ്മൂമ്മയ്ക്ക് വേണ്ടിയാവാം കണ്ണൻ എനിക്കും ഉത്സവക്കഞ്ഞി തന്നത്. അത് കഴിഞ്ഞ് പായസവും കിട്ടിയ ആഗ്രഹിച്ചു. പക്ഷേ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ തിരക്ക് കാരണം വാങ്ങാൻ പറ്റിയില്ല. അപ്പോഴാണ് 2 ചേച്ചിമാർ പായസം പിടിച്ച് വരുന്നത് കണ്ടത്. അവരോട് ഞാൻ ചോദിച്ചു, ചീട്ടെടുത്തിട്ടാണോ കിട്ടുന്നത്, എവിടെയാണ് കിട്ടുന്നത് എന്നൊക്കെ. അപ്പം എന്നോട് വേണോ എന്ന് ചോദിച്ചു. ഇത്തിരി തരാൻ പറഞ്ഞു. ഞാൻ കൈനീട്ടി. അപ്പം മറ്റേ ചേച്ചി ഈ ചേച്ചിയോട് പറഞ്ഞു, അത് കൊടുത്തോളൂ, സാരമില്ല എന്ന്. അങ്ങനെ ഒരു ടിൻ പായസം കണ്ണൻ അവരിലൂടെ എനിക്ക് തന്നു. അതെല്ലാം എനിക്ക് വിശ്വസിക്കാനാവാത്ത അനുഭവങ്ങളായിരുന്നു. എല്ലാം കണ്ണൻ്റെ കാരുണ്യം ഒന്ന് മാത്രം. ആഗ്രഹിച്ചതെല്ലാം നടത്തി. നല്ല അനുഭവം, മറക്കാനാവാത്ത അനുഭവങ്ങൾ നൽകി എന്നെ പറഞ്ഞയച്ചു. ഇതുപോലെയാണ് കണ്ണൻ നമ്മുടെ മനസ്സിലെ പലതും. നമ്മൾ മറന്നാലും ആരിലും കൂടെയെങ്കിലും ഒക്കെ അത് സാധിപ്പിച്ചു തന്ന് അത്ഭുതങ്ങൾ കാണിക്കും നമ്മുടെ ഉണ്ണി. ഭഗവാനിലുള്ള അടിയുറച്ച വിശ്വാസം നമുക്ക് ജീവിത വിജയം നേടാൻ സാധിക്കും. എത്ര പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും പ്രതിബന്ധങ്ങൾ വന്നാലും കൈവിടാതെ കൂടെ പിടിച്ച് കൂടെ ഉണ്ടാവും കണ്ണൻ. ഒരു നിഴലായിട്ട് സദാ കണ്ണൻ കൂടെ ഉണ്ടാവും. എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട്. ഉണ്ണി ഒരിക്കലും കൈവിടില്ല, സത്യമാണ്. അപ്പോൾ അവസാനം പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, കൂടെ പിടിക്കുക, കൂടെ മുറുക്കി പിടിക്കുക, എന്നെ രക്ഷിക്കണം, രക്ഷിച്ചേ പറ്റുള്ളൂ, ഞാൻ വിടില്ല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പിടിച്ചൂല. അപ്പം പിന്നെ രക്ഷയില്ലാലോ. കണ്ണൻ്റെ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ണൻ എന്താ പറയുക, എന്നാൽ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞൊരു പിടുത്തം പിടിക്കും. ആ പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ട, നമ്മുടെ ജീവിതം മാറി മറിയും. പക്ഷെ അതിനൊക്കെ വേണ്ടത് നല്ലൊരു മനസ്സാണ്. തെളിഞ്ഞ വെള്ളം പോലെ ശുദ്ധമായ തെളിഞ്ഞ വെള്ളം എന്ന് പറയുന്നത് അറിയാലോ, ഞാൻ പറയുമ്പോൾ കാണാം. നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളത്തിലെ വെള്ളാരം കള്ളികളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അതേമാതിരി നിങ്ങളുടെ മനസ്സ് എത്ര കണ്ട് ശുദ്ധമാവുന്നോ അത്രയും ഭഗവാനിലേക്ക് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഭഗവാൻ എന്നല്ല ആരും തിരിഞ്ഞു നോക്കില്ല. കുശുമ്പും കുന്നായ്മയും മറ്റുള്ളവരോടുള്ള അസൂയയും അതൃപ്തിത്തർക്കവും വീട്ടിലെ ലഹളയും അതും ഇതുമൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് കൂട്ടത്തിൽ ഭഗവാൻ ഉണ്ടാവില്ല, ഒരു സംശയമില്ല. നിങ്ങൾ പറയുമ്പം പലരും ആലോചിക്കും, അയ്യോ ഞാനെന്തൊക്കെയോ കാണിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്തൊക്കെയോ മോശമായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. നിർത്തിക്കോളൂ കേട്ടോ, ഇപ്പം നിർത്തിക്കോളാം, ഈ നിമിഷം നിർത്തിക്കോളാം. ചിരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക എല്ലാവരോടും. ഇതൊന്നും ഉപദേശമല്ല, ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാണ്. ദേഷ്യം പിടിക്കുന്നുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്. പിന്നെ കുറേ പദ്ധതികളൊക്കെ ഉണ്ട് കേട്ടോ ഗ്രൂപ്പിൽ. വരാം. ഹരേ കൃഷ്ണ.